മരുന്നുകൾ ഗിനി പന്നികളിൽ പരീക്ഷിച്ചു. വാക്സിൻ പരീക്ഷണം ഗിനി പിഗുകൾ വിജയം കണ്ടു. ഇങ്ങനെ ഒത്തിരി വാർത്തകൾ നമ്മൾ ശാസ്ത്ര ലോകത്ത് നിന്നും കേൾക്കാറുണ്ട്. സാധാരണ നമ്മൾ കാണാറുള്ള പന്നികളിൽ നിന്നും ഗിനി പിഗുകൾക്ക് എന്താണ് പ്രത്യേകത? അവയെ വൻതോതിൽ പരീക്ഷണങ്ങൾക്ക് ഉപയോഗിച്ചാൽ അവയുടെ എണ്ണത്തിൽ കുറവുണ്ടാവില്ലേ? ഇവയെ എവിടെയാണ് കാണപ്പെടുന്നത്? വെൽക്കം ടു മോഷൻ ബുക്സ്. ഇറ്റ്സ് ഇൻഫോടെക്. പ്രധാനമായും ഇവയെ വളർത്തുന്നത് ഭക്ഷണാവശ്യങ്ങൾക്കാണ്. ആദ്യകാലങ്ങളിൽ സാധാരണ ഒരു ഭക്ഷണങ്ങളുടെ കൂടെ ഉൾപ്പെടുത്തിയിരുന്ന ഇവയെ ഇപ്പോൾ കൂടുതലായും മതപരമായ തീന്മേശകളിൽ വിഭവമാക്കി നിരത്തുന്നത്. അതായത് ക്രിസ്തുമസ്, ഈസ്റ്റർ പോലുള്ള വിശിഷ്ടാവസരങ്ങളിൽ. സൗത്ത് അമേരിക്കയിലെ ആൻഡീസ് മലനിരകളിലാണ് ഇവ കൂടുതലായും കാണപ്പെടുന്നതും വളർത്തപ്പെടുന്നതും. സാധാരണ പന്നികളെ പോലെ വലിപ്പമോ നീളമോ ഭാരമോ ഇവയ്ക്കില്ല. 8 മുതൽ 11 ഇഞ്ച് വരെ നീളവും 1-2 പൗണ്ട് മാത്രം ഭാരവുമാണ് ഇവയ്ക്കുണ്ടാവുക. പൊതുവെ ചാര കളറിലുള്ളവയാണ് ഗിനികൾ. എങ്കിലും ഡൊമസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഗിനികൾ മൾട്ടി കളേർഡും വൈറ്റ് ഹെയ്ഡുമാണ്. ഒരു ഹാരം സംവിധാനത്തിലാണ് ഇവ വസിക്കുന്നത്. അതായത് ഏകദേശം 7 പെൺപന്നികൾക്ക് ഒരു ആൺപന്നി എന്ന കണക്കിനാണ് ഇവയെ കൂട്ടിലടക്കുക. ഇവയ്ക്ക് ഒറ്റ പ്രസവത്തിൽ തന്നെ 3-4 ചിലപ്പോൾ 8 കുഞ്ഞുങ്ങൾ വരെ ഉണ്ടാകാം. ഇവയുടെ ലൈഫ് സ്പാൻ എന്നത് 5 മുതൽ 7 വർഷം വരെയാണ്. ഏകദേശം 5000 അല്ലെങ്കിൽ 7000 വർഷങ്ങൾക്ക് മുമ്പേ ആൻഡീസ് മലയോരങ്ങളിൽ താമസിച്ചിരുന്നവരാണ് വൈൽഡ് ഗിനികളെ വളർത്താൻ തുടങ്ങിയതെന്ന് കണക്കാക്കപ്പെടുന്നു. വൈൽഡ് ഗിനികളെ അപേക്ഷിച്ച് ഡൊമസ്റ്റിക്കേറ്റഡ് ഗിനികൾ കളറിലും സ്വഭാവത്തിലും കാര്യമായ വ്യത്യാസം കാണിക്കുന്നുണ്ട്. 2 തരത്തിലുള്ള ഗിനീസിനെയും ലബോറട്ടറികളിൽ പരീക്ഷണത്തിന് ഉപയോഗിക്കാറുണ്ട്. വൈൽഡ് ഗിനീസ് പൊതുവെ ചെറുതും അക്രമാസക്തരുമാണ്. എന്നാൽ ഡൊമസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഗിനികൾ അവരുടെ ഭക്ഷണത്തിന്റെ രീതികൾ കൊണ്ട് അല്പം വലിപ്പ കൂടുതലുള്ളവരും പൊതുവെ ശാന്തശീലരുമാണ്. അതുകൊണ്ട് തന്നെ വളർത്തുന്ന ഗിനികളുടെ കൂട്ടിൽ 7 പെൺപന്നികളുടെ കൂടെ ഒന്നിലധികം ആൺപന്നികളെ വളർത്താവുന്നതാണ്. പെറ്റായി വളർത്തുക അല്ലെങ്കിൽ ഫുഡിന് ഉപയോഗിക്കുക എന്നതിനേക്കാൾ ഗിനി പിഗിനെ പരീക്ഷണങ്ങൾക്ക് ഉപയോഗിക്കുന്നു എന്നാണ് നമ്മളിൽ പലരും കണ്ടിരിക്കുന്നത്. എന്നു മുതലാണ് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇവയിൽ തന്നെ കൂടുതൽ പരീക്ഷണങ്ങൾ നടത്തുന്നത്? ഏകദേശം 17ാം നൂറ്റാണ്ട് മുതൽക്കേ തന്നെ ഗിനി പന്നികളെ ശാസ്ത്രീയ പരീക്ഷണങ്ങൾക്കായി ഉപയോഗിച്ചിരുന്നതായി കണക്കാക്കപ്പെടുന്നു. അവയ്ക്ക് ഇൻഫെക്ഷൻ ആകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുമാത്രമല്ല, അസുഖങ്ങൾക്കെതിരെയുള്ള രോഗപ്രതിരോധ ശേഷിയും ഏതാണ്ട് മനുഷ്യന് സമാനമാണ്. 1882 ട്യൂബർകുലോസിസ് അഥവാ ക്ഷയരോഗം ഉണ്ടാക്കുന്ന ബാക്ടീരിയ മൈക്രോബാക്ടീരിയം ട്യൂബർകുലോസിസ് ആണെന്ന് കണ്ടെത്തിയത് 2 തരത്തിലുള്ള ഇമ്മ്യൂണിറ്റികളിൽ ഒന്നായ അക്യൂട്ട് ഇമ്മ്യൂണിറ്റി അഥവാ രോഗങ്ങൾ വന്നതിന് ശേഷവും അല്ലെങ്കിൽ വാക്സിനേഷനിലൂടെയുമെല്ലാം ആർജിച്ചെടുക്കുന്ന രോഗപ്രതിരോധ ശേഷി. ഇതിനെക്കുറിച്ച് പഠനം നടത്തിയത് ഗിനി പിഗുകളിൽ യെല്ലോ ഫീവർ ഉള്ള ഒരാളുടെ രക്തം കുത്തി ആ രക്തത്തിൽ ഉണ്ടായിരുന്ന രോഗാണുക്കളോട് പൊരുതി ഇവ ക്രമേണ യെല്ലോ ഫീവറിന് എതിരെയുള്ള ഒരു പ്രതിരോധ ശേഷി ഉണ്ടാക്കിയെടുക്കുന്നതായി കണ്ടു. വളരെ സെൻസിറ്റീവായ ഇവരുടെ സ്കിന്നിന്റെ പ്രത്യേകത കാരണം പലതരത്തിലുള്ള ത്വക്ക് രോഗങ്ങൾക്കുള്ള മരുന്നുകളുടെ പരീക്ഷണവും പഠനവും ഇവയിലാണ് നടത്തുന്നത്. മനുഷ്യരെയോ മറ്റു മൃഗങ്ങളെയോ പോലെ സ്വയമായി വിറ്റാമിനുകൾ ശരീരത്തിൽ ഉണ്ടാക്കാനുള്ള ശേഷി ഇവയ്ക്കില്ല. ആഹാരത്തിലൂടെയാണ് ഇവയുടെ ശരീരത്തിൽ വിറ്റാമിൻ സി ഉണ്ടാകുന്നത്. മുറിവിണങ്ങാനും ബോൺ റീബിൽഡിങ്ങിനും അതെറോസ്ക്ലെറോസിസ് തുടങ്ങിയ രോഗങ്ങൾക്കും ഫലപ്രദമായ കൊളാജൻ ബയോസിന്തസിസിന് ഇവയാണ് ഉപയോഗിക്കുന്നത്. ഈ പ്രക്രിയയിൽ വിറ്റാമിൻ സി അത്യാവശ്യമായ ഒരു ജീവകമാണ്. ശ്വസന സംബന്ധമായ പഠനങ്ങൾക്കും ഹൃദയ സംബന്ധമായ പഠനങ്ങൾക്കും ഇവയെ ഉപയോഗിക്കാറുണ്ട്. ആസ്മയ്ക്കുള്ള മരുന്നുകളുടെയും മറ്റും പരീക്ഷണം വളരെ വിജയകരമായി ഇവയിൽ തുടർന്നു പോരുന്നു. ഗിനി പന്നികളുടെ ചെവികൾ പോലും മനുഷ്യന്റേതിന് സമാനമാണ്. കൂടാതെ ഗിനി പന്നിയുടെ ആന്തരിക കർണം അഥവാ ഇന്നർ ഇയർ കൂടുതൽ വ്യക്തമായി കാണാനും പഠിക്കാനും ഉപകാരപ്പെടുന്ന രീതിയിലാണുള്ളത്. 1961 ഇവയുടെ ചെവിയുടെ സഹായത്തോടെ കോക്ലിയയുടെ മെക്കാനിസം കണ്ടുപിടിച്ചു. 2002 സസ്തനികളുടെ ആന്തരിക കർണത്തിലെ രോമകോശങ്ങളെ പുനരുജ്ജീവിപ്പിക്കാനുള്ള ആദ്യ വിജയകരമായ ശ്രമം വരെ നടന്നത് ഗിനി പന്നികളിലായിരുന്നു. ഈ കണ്ടെത്തലുകളെല്ലാം ശാസ്ത്രലോകത്തിന് ഇവ എത്രമാത്രം അത്യന്താപേക്ഷിതമാണെന്ന് കാണിച്ചു തരുന്നു. മനുഷ്യനോട് വളരെ സമാനമായ ഇവയുടെ ആന്തരിക അവയവങ്ങളുടെ പ്രവർത്തനങ്ങളും പല മരുന്നുകളും പരീക്ഷിക്കാനും കണ്ടുപിടിക്കാനും വളരെ സഹായകരമാണ്. ഇതുപോലെയുള്ള കൗതുകരമായ വിവരങ്ങളും വീഡിയോകളും കൂടുതലായി കാണുവാനും അറിയുവാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.